അവന്റെ മുഖത്തുണ്ടായിരുന്നു എന്നുള്ളത്. ക്രൈസ്റ്റ് കുടുംബം ഇന്ന് വളരെയധികം വേദനിക്കുകയും ദുഃഖിക്കുകയും ചെയ്യാൻ അവന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ മുതൽ വേദനിക്കുന്നവരാണ് പ്രിയപ്പെട്ട അധ്യാപകരും അവന്റെ പ്രിയപ്പെട്ട സഹപാഠികളും. ഞങ്ങള് എങ്ങനെ ഈ കുടുംബത്തോട് ആശ്വാസ വാക്കുകൾ പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തു പറഞ്ഞാലും അത് മതിവരത്തില്ല എന്ന് തീർച്ചയാണ്. അവൻ കടന്നുപോയ വഴികൾ, പ്രത്യേകിച്ച് ബാൻഡിന്റെ കാര്യങ്ങളിലും അതുപോലെ തന്നെ ഫുട്ബോൾ കളിയിലുമൊക്കെ വളരെ കേമനായിട്ട് നിന്നുകൊണ്ട് ക്രൈസ്റ്റ് കുടുംബത്തിന് ഒരു വലിയൊരു മുതൽക്കൂട്ടായിട്ട് അവൻ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്റ്റീവിന്റെ ഈ പ്രത്യേകമായുള്ള പെട്ടെന്നുള്ള വേർപാടില് ക്രൈസ്റ്റ് കുടുംബം, മാനേജ്മെന്റ്, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ തോമസ് ടെമ്പിൾ പറമ്പിലച്ചൻ, അധ്യാപകര്, അനധ്യാപകര്, അതുപോലെ അവനെ ചേർത്ത് പിടിച്ച സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാലൂലം അലരുന്ന മനമേ എന്തിനാലൂലം മനമേ യേശു നായകൻ ദാനദായകൻ നിനക്കെന്നും ധനമേ എന്തിനാലൂലം മനമേ എന്തിനാലൂലം നായകൻ അവൻ ശക്തനാകയ നിനക്കു നിർഭയമേ ലോകപോരിതിൽ അനുദിനം ജയമേ ലോകപോരിതിൽ അനുദിനം ജയമേ യേശു നായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാലൂലം കലരുന്ന മനമേ എന്തിനാലൂലം കലരുന്ന മനമേ. തിരുവഴുത്തിൽ നിന്ന് ഒരു തിരുവചനം വായിക്കുന്നു. ഏവർക്കും പരിചിതമായ ഒരു തിരുവഴുത്ത്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 13-ാം വാക്യം. നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് നിന്റെ കാലാധികൾ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. നമ്മെ വിട്ട് വളരെ പെട്ടെന്ന് യാത്രയായിരിക്കുന്ന ബാലിശിന്റെ ഭൈതനന്റെ ഭൗതിക ശരീരത്തിന് മുമ്പാകെ അതീവ ദുഃഖത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, ചാർച്ചക്കാർ, സ്നേഹിതർ, കുടുംബാംഗങ്ങൾ, വേണ്ടപ്പെട്ടവർ ഏവരെയും സർവജ്ഞനായ ദൈവം ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഘസാരൊരു വാക്ക് ഞാൻ പറയും, തിരക്കിലാണ്. ഇവരെല്ലാം തിരക്കിന്റെ നടുവിലാണല്ലോ. ദുഃഖകരായ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, അനുഷ്കാല പാസ്റ്റർ ഉൾപ്പെടെയുള്ള ഈ പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഈ വാർത്ത വിളിച്ച് ഓർപ്പിച്ചു. ബഹുമാനപ്പെട്ട അജു വിളിച്ച് ഓർപ്പിച്ചു. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ജീജാന് ഈ കാര്യം ഓർപ്പിച്ചു. കുടുംബാംഗങ്ങളെയും ഇന്നത്തെ ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിപ്പാനും ദൈവം കൃപ നൽകി. അല്പം വൈകിയത് ഇവിടെ തിരുവല്ലയിലെ മുത്തൂറ്റ് കോട്ടാലിയിലെ ഒരു പൈതല് ആക്സിഡന്റിൽ മരിച്ചു. അവര് CSIക്കാരാ. അവരും വിളിച്ച് പറഞ്ഞു ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, സാധിക്കുമെങ്കിൽ ഇന്ന് വരണമെന്ന് പറഞ്ഞു. രാവിലെ അവിടെ പോയി. 21 വയസ്സുള്ള ഇതുപോലൊരു മകന് അവരും അതീവ ദുഃഖത്തിലായിരിക്കും.
ഇതിന് ശേഷമായിട്ട് 1-2 ദുഃഖഭവനത്തിൽ പോകേണ്ടതുണ്ട്. എന്നാൽ അതങ്ങ് ക്യാൻസലാക്കി. കാരണം ഇവിടെ ഓടുന്നതാണ് കുറച്ചുകൂടെ ഉചിതമെന്ന് തോന്നുന്നു. വൈകിട്ട് കൺവെൻഷനുമുണ്ട്. അല്പം തിരക്കുണ്ടെങ്കിലും വിരുന്ന് വീട്ടിൽ പോകുന്നതിന് മനീച്ചരോട് ഓടിയും തരാവും. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നതാണ് നല്ലതും. അതാണ് സകല മനുഷ്യന് ആവശ്യം. ഞാനിവിടെ വായിച്ച തിരുവെടുത്ത് സാധാരണ ശവസംസ്കാര വേളകളിൽ ഒടുവിൽ നമ്മൾ പറഞ്ഞ് അയക്കുന്നൊരു വാക്യമാണ്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവെടുത്ത്. അതിൽ നിന്ന് 1-2 കാര്യം പറയുവാൻ കർത്താവിന് ശരണപ്പെടുകയാണ്. ഇങ്ങനെയുള്ള രംഗങ്ങളിൽ ചിലര് പറയാറുണ്ട്, എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയത്തില്ല. എന്നാൽ ദൈവമക്കളാകുന്ന നമുക്ക് അങ്ങനെ ഒരു ക്ലേശത്തിന് വകയില്ല. തിരുവെടുത്ത് പറയുന്നത് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളും. നമുക്ക് ആശ്വാസവും പ്രത്യാശയും ധൈര്യവും തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഞാൻ രാവിലെ കുരുളേച്ച പാസ്റ്ററെ വിളിച്ച് ഈ കാര്യം ഓർപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ്, ഞാൻ കുഞ്ഞിന്റെ വിവരം അറിഞ്ഞു, പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ ദുഃഖത്തിൽ അദ്ദേഹവും പങ്കുചേരുന്നു, അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പല കാര്യം സംസാരിച്ച കൂട്ടത്തില് ഈ പ്രായത്തിൽ അല്ലെ ഇങ്ങനെയുള്ള പ്രായങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വേണ്ടപ്പെട്ടവർ മാറ്റപ്പെടുമ്പോൾ അഗാധമായ ദുഃഖമുണ്ട്. മാത്രമല്ല ചിലർക്ക് മാനസികമായിട്ട് ചില പ്രയാസങ്ങളൊക്കെ സംഭവിക്കാം. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സംഭവം, അത് ഇത്തരണത്തിൽ ഇവിടെ ഓർപ്പിക്കുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കർണാടകത്തിലെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുടെ ജ്യേഷ്ഠത്തി ഫിലിപ്പച്ചന്റെ വീട്ടിൽ പോയിട്ട് അനന്തരം അവർ വരുമ്പോൾ കണ്ണൂര് ഒരു വീട്ടിൽ കയറി പ്രാർത്ഥിക്കണമെന്ന് അന്ന് ഷാരോൺ സഭയുടെ പ്രധാന ശുശ്രൂഷകനായിരിക്കുന്ന നമുക്കെല്ലാം പരിചിതമായ B.A. തോമസ് അവർകള് അവരോട് പറഞ്ഞു. അങ്ങനെ കുരുടേച്ച മാസ്റ്ററും ഫിലിപ്പച്ചനും കൂടെ മല കയറി ഒരു വീട്ടിൽ ചെന്നു. അവര് ഇവിടുന്ന് കുടിയേറി പോയവരാ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂര്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതുപോലൊരു പ്രായമുള്ള ഒരമ്മ വളരെ പ്രത്യാശയോടെ ഇറങ്ങി വന്നു, സംസാരിച്ചു, സ്വീകരിച്ചു. അപ്പോൾ കൂടെയുള്ള ദൈവദാസൻ പറഞ്ഞു, കൊച്ചമ്മ സാക്ഷ്യമൊക്കെ എന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഈ കൊച്ചമ്മ സാക്ഷ്യം പറഞ്ഞത്, അവര് വർഷങ്ങൾക്ക് മുമ്പ് ഈ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറിപ്പോയതാ കണ്ണൂര്. അപ്പച്ചൻ വളരെ തികഞ്ഞ ഒരു ഭക്തനും ആത്മീയനും നല്ല മനുഷ്യനുമാണ്. ഒരു മോനും 2 പെൺകുട്ടികളും. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് കൃത്യമായിട്ട് ശുശ്രൂഷകൾ ചെയ്യുകയും രാവിലത്തെ കുടുംബ പ്രാർത്ഥനയ്ക്ക് അനന്തരം കോളാമ്പി ഉണ്ടാക്കി ഏതെങ്കിലും മരത്തിൽ കൊണ്ടുവച്ച് ആൾക്കാർ വസിക്കുന്നിടത്തോട്ട് തിരിച്ചു വെച്ച് സുവിശേഷം പറയുന്നൊരു ഭക്തനായ മനുഷ്യൻ. ദേശത്തും എല്ലാവരാലും സാക്ഷ്യം കൊണ്ട നല്ലൊരു മനുഷ്യൻ, തികഞ്ഞ ആത്മീയൻ. ഒരു ദിവസം രാവിലെ, ചുരുക്കി പറയുക, രാവിലെ ഒരു മകനേ ഉള്ളൂ. ഒരു ദിവസം രാവിലെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും എഴുന്നേക്കുന്നതിന് മുന്നേ പ്രാർത്ഥനയാ, കുടുംബ പ്രാർത്ഥന. അപ്പനും അമ്മയും മക്കളും കൂടെ പാട്ടുപാടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച അനന്തരം വന്ന് ഈ പയ്യന് ഏതാണ്ട് 14 വയസ്സ്. പ്രാർത്ഥന കഴിഞ്ഞ് ഈ പയ്യനെ പഴയ രീതിയല്ലയോ, അവന് വെളിയിലോട്ടിറങ്ങി യൂറിൻ പാസ് ചെയ്യാൻ വെളിയിലോട്ടിറങ്ങി. പെട്ടെന്ന് ഇവൻ നിലവിളിച്ചു, ഓടി വാന്ന് പറഞ്ഞു. വന്നപ്പോ പാമ്പ് കൊത്തി. വിഷമുള്ള പാമ്പ. അന്നത്തെ വിശ്വാസവും ആ തീക്ഷ്ണതയൊക്കെ ഇപ്പൊ എല്ലാരും യോജിക്കത്തില്ല. അദ്ദേഹം പറഞ്ഞു, മരുന്നെടുക്കുന്നില്ല. ചെറുക്കനും പറഞ്ഞു, എനിക്ക് മരുന്ന് വേണ്ട എന്ന് പറഞ്ഞു. അഥവാ ഞാന് മരികയാണെങ്കിൽ മരിച്ചോട്ടെ. എന്തായാലും കൊള്ളാം. 4 ദിവസത്തോളം ഈ പയ്യൻ ഈ വിഷബാധയേറ്റ് ഭവനത്തിലുണ്ടായിരുന്നു. 5-ാം ദിവസം ഈ പൈതല് മരിച്ചു. ഒരു മകനേ ഉള്ളൂ. ശവസംസ്കാരമൊക്കെ നടന്നു. അതിനുശേഷം ഈ പിതാവ് ഒരു കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നില്ല. ഇദ്ദേഹം അകത്ത് കയറി മുറി അടച്ചിട്ടിരിക്കും. യോഗത്തിന് പോകത്തില്ല, കുടുംബ പ്രാർത്ഥനയില്ല, വേറെ പുസ്തകം വായിക്കുന്നില്ല, സഭയിൽ പോകുന്നില്ല, ആരുമായിട്ടൊരു സംസ്കൃതമില്ല. എല്ലാവർക്കും വലിയ ഭാരമായി. ഈ കൊച്ചമ്മ ഭാര്യ പ്രാർത്ഥിക്കാൻ തുടങ്ങി.
ഇദ്ദേഹം ആരുമായിട്ട് സംസാരിക്കുന്നില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും, ആത്മീയമായ ഒരു വിഷയവുമില്ല. അപ്പൊ ഇദ്ദേഹം ചോദിക്കുന്നത്, എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു? ഈ സുവിശേഷം പറയുകയും ആരാധന മുടക്കാതെയും പ്രാർത്ഥന മുടക്കാതെയും കൂട്ടായ്മ മുടക്കാതെ കിട്ടുന്നതിനെല്ലാം കർത്താവിന്റെ നാമത്തിന് ചെലവഴിച്ച എന്നോട്, എന്റെ പൈതലിനോട് പുള്ളിക്ക് ദൈവത്തോടങ്ങ് വൈരാഗ്യമായി. അതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കുന്നില്ല, പാടുന്നില്ല, യോഗത്തിനും പോകുന്നില്ല, ഒന്നുമില്ല. ചില ആൾക്കാരും ചോദിച്ചു, നിനക്ക് എന്താ ഇതിങ്ങനെ സംഭവിച്ചത്? ഈ തമ്പേറടിയും പ്രാർത്ഥനയും പാട്ടുമൊക്കെ ആയിട്ട് ഇതിങ്ങനെ വന്നത്? പല ചോദ്യങ്ങൾ. ഇദ്ദേഹത്തിന് ആൻസർ കൊടുക്കാൻ പറ്റുന്നുമില്ല. വളരെ പ്രയാസപ്പെട്ടു. ഒരു കൂട്ടായ്മയ്ക്കും ഒന്നിനും പോകുന്നില്ല, മുറിക്കകത്ത് കയറി. ഏതാണ്ട് ചില വർഷങ്ങൾ ഇദ്ദേഹം അങ്ങനെ ജീവിച്ചു. ആ മാതാവ് നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇദ്ദേഹം ആരോടും മിണ്ടുന്നില്ല. മറ്റേത് ഉറക്ക ഹല്ലേലൂയ പറയുക, ആരാധിക്കുകയും ചെയ്ത മനുഷ്യനാണ്. ഞാൻ ചുരുക്കി പറയാം, 8 വർഷത്തോളം ഇങ്ങനെ പോയി. 8 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം രാത്രിയില് വിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ സാക്ഷ്യമാണ്. ഇത് തിയോളജിമാർ ചിലപ്പോൾ അംഗീകരിക്കുകയല്ല, യുക്തിവാദികളും അംഗീകരിക്കത്തില്ല. പക്ഷേ ദൈവത്തെ ഭയപ്പെടുന്നവരും വചനത്തെ വിശ്വസിക്കുന്നവർക്കത് മനസ്സിലാകും. നിരീശ്വരവാദികൾ ഇത് ഉൾക്കൊള്ളുകയല്ല. ഞാൻ അവരെ ഉദ്ദേശിച്ചാൽ പറയാം. ഇദ്ദേഹം ഒരു രാത്രിയിൽ വിശ്രമിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതൻ വന്ന് അദ്ദേഹം പറഞ്ഞ സാക്ഷ്യമാ കൊണ്ടുപോയി ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്, ദർശനം കാണുക. അങ്ങനെ കൊണ്ടുപോയപ്പോൾ ചൂട് കൂടി വരിക. അപ്പൊ താഴോട്ട് പോകും തോറും ചൂടാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇനി അങ്ങോട്ട് പോകാനൊക്കത്തില്ല, വരുന്നില്ല. അപ്പോൾ അവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും അനേകര് കിടന്ന് യാതന അനുഭവിക്കുക. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം ഓർമ്മ വന്നു, യാതനാസനം. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്കിനി അങ്ങോട്ട് പോകണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, എനിക്ക് ചൂടാണ്, ഞാൻ തിരിച്ചു പോകാം. അപ്പൊ ഈ ദൂതൻ പറഞ്ഞു, പോകാനൊക്കത്തില്ല, വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകാം. ഇദ്ദേഹത്തെ വേറൊരു സ്ഥലത്തേക്ക് അദ്ദേഹം പറഞ്ഞ സാക്ഷ്യമാണ്. ശാന്തമായ, വളരെ കുളിർമയുണ്ടാക്കുന്ന ഒരു വലിയ തോട്ടത്തിനകത്തേക്ക് കൊണ്ടുപോയി. അത് അദ്ദേഹം വിസ്തരിക്കുന്നുണ്ട്, എല്ലാം ഇപ്പൊ പറയാൻ സമയമെടുക്കുന്നില്ല. അതെല്ലാം കാണിച്ച ചവിടവിടങ്ങളിലൊക്കെ ആൾക്കാരിങ്ങനെ ഇരിക്കുക, വിശ്രമിക്കുന്നു, നടക്കുന്നു, ഇരിക്കുന്നു. ദൂരെ മാറി ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരു പൈതലിരിക്കുന്നു. അപ്പോൾ ഈ ദൂതൻ ചോദിച്ചത്, ആരാന്ന് പിടികിട്ടിയോ? ഇല്ല, 8 വർഷം മുമ്പ് ഇവിടെ വന്നതിന്റെ മകനാണ്. അദ്ദേഹം ഇത് കാഴ്ച കണ്ടപ്പോൾ പറഞ്ഞു, അവനിലോ ഞാൻ ആരംഭം മുതൽ അവസാനം വരെ അറിയുന്നവനാ, ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവനാ ഞാൻ. ആരാ? ദൈവം. നിന്റെ പൈതല് കുറച്ചു നാളുകൂടി ഈ ഭൂമിയിൽ ജീവിച്ച് കുടുംബജീവിതം നയിച്ച് മക്കളും പ്രാരാബ്ദവും ബന്ധപ്പാടും ഒക്കെ ആയിട്ട് ഈ മാർഗം വിട്ട് എന്നെയും അവൻ എന്റെ വചനത്തെയും നിന്ദിച്ച് വേറൊരു വിധത്തിൽ പോകുന്നതിന് മുമ്പ് ഞാൻ അവനെ ഇനി എന്റെ അടുക്ക കൊണ്ടുവന്നത്. അദ്ദേഹം ആ കിടക്കയിൽ കിടന്ന ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ച് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇതെന്താ ഇങ്ങനെ പെട്ടെന്ന് സംഭവിച്ചത്, എന്താ എന്നോട് ഇത് ചെയ്തത്, എന്തുകൊണ്ടാ എനിക്കിത് വന്നത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കും. പല ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടിയും കൊടുക്കാനൊക്കത്തില്ല. പക്ഷെ ഇതിന്റെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ 10, 60, 70, 80 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് ഒടുവിൽ ദൈവമില്ലാത്തവനായി ദൈവത്തെ നിന്ദിച്ച് വചനത്തെ നിന്ദിച്ച് അവൻ ഒരു നാശപുത്രനായി തീരുന്നതിന് മുൻപ് ആ നല്ല അന്തരീക്ഷത്തിൽ ദൈവകൃപയുള്ളപ്പോൾ അവൻ ദൈവസന്നിധിയിൽ വിശ്വസ്തരായി മറ്റ് കളങ്കമേൽക്കാതെ ജീവിക്കുന്ന സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ കാണുന്നതായി ഏറ്റവും വലിയ ഭാഗ്യം. ഈ പൈതല് കർത്താവിന്റെ സന്നിധിയിലേക്കാണ് പോയിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിവുള്ളത് പോലെ കർത്താവിൽ മൺമറഞ്ഞ പ്രസിദ്ധനായ ദൈവദാസൻ C.S. മാത്യു, അദ്ദേഹത്തിന്റെ 5 ആൺകുട്ടികളാ പൊടുന്നനെ മാറ്റപ്പെട്ടത്. ഓരോ കുഞ്ഞുങ്ങളും മാറ്റപ്പെടുകയാണ്. ആ സന്ദർഭത്തിലും അദ്ദേഹം നിരാശപ്പെട്ടില്ല. 5 ആൺകുട്ടികളും. അതിന്റെ ചരിത്രമുണ്ട്. ഓരോ കുഞ്ഞ് മരിക്കുമ്പോഴും അദ്ദേഹത്തെ കൊണ്ട് ദൈവം ഓരോ പാട്ട് എഴുതിപ്പിച്ചു. നമ്മളെല്ലാം പാടി ആരാധിക്കുന്ന സന്തോഷിക്കുന്ന പല പാട്ടുകൾ. എൻ പ്രിയനെ പോലെ സുന്ദരനായി, 10,000 പേരുകളിൽ പരമസുന്ദരായ മണവാളൻ, പാടി ആനന്ദിക്കും.
ഇങ്ങനെയുള്ള നിരവധി ഈടുറ്റ ഗാനങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം നന്മയ്ക്കാണ്. ഇവിടെ നമുക്കൊരു മാതാവ് ഉണ്ടായിരുന്നു, ഒടുവിൽ ബോംബെ അവര് താമസമാക്കി. വീട്ടുപേര് ഞാൻ ഓർക്കുന്നില്ല, സ്വാഭിമാനത്തിന് ഇപ്പുറം ഏലിയാമ്മ കൊച്ചമ്മ. കൊച്ചമ്മയുടെ അമ്മാച്ചന നമ്മുടെ വേങ്ങലെ വേവിച്ചായന്. ഞാൻ ബോംബെയിലെ കൊച്ചമ്മയുടെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്. 2 ആൺകുട്ടികളും ഒരു മകളുമാണ്. ഇച്ചിനോട് ഓളി എനിക്ക് തരണേ, ചെറുക്കൻ എന്ത് ചെയ്താൽ എന്നെ അതുകൊണ്ട് പോയി. അപ്പൊ ശ്രദ്ധിക്കുക, മൂത്ത മകന് 21 വയസ്സ്, ഇളയ മകൻ ചെറുപ്പം, ഇളയ മകളും. അച്ചായന് MIDC അന്ന് ജോലിയാ ബോംബെയില്. അങ്ങനെ ഇരിക്കുമ്പോൾ മൂത്ത മകന് ഒരു ജോലി ലഭിച്ചു, പഠിച്ച് 21 വയസ്സ്. അപ്പോൾ അച്ചായന് തുച്ഛമായിട്ടൊരു ശമ്പളം കിട്ടും, അതുകൊണ്ടാണ് വീട് പുലർത്തുന്നത്. അവര് ബോംബെയിൽ നിന്ന് ഗോരേഗാവ് സഭയിലെന്നും പറ ചച്ചക്കോടിന്റെ. നാളെ ജോലിക്ക് കയറണം മകൻ. ഒരു കുഞ്ഞിനെ വളർത്തി പഠിപ്പിച്ച് പ്രാർത്ഥനയാക്കി ഒരു ജോലി കിട്ടുമ്പോൾ ആ മാതാപിതാക്കൾക്ക് എന്ത് പ്രതീക്ഷയുണ്ട്. അപ്പോൾ നാളെ ജോലിക്ക് കയറണം. തലേന്ന് സന്ധ്യയ്ക്ക് കുഞ്ഞിനൊരു തലവേദന കഠിനമായി. പെട്ടെന്ന് കുഞ്ഞുമായിട്ട് അടുത്തൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയി. അവര് നോക്കിയിട്ട് പറഞ്ഞ് അടുത്ത ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. എന്തിനേറെ രാത്രി ആയപ്പോൾ കുഞ്ഞിന്റെ അസുഖം കൂടി. ഈ കുഞ്ഞ് മരണപ്രാണം കാണിക്കാൻ തുടങ്ങി. കൊച്ചമ്മ എന്നോട് പറഞ്ഞതാ, ഞാൻ ഇരിക്കുന്നു, കുഞ്ഞെന്റെ മടിയിലോട്ട് തല അയച്ചു, കുഞ്ഞ് മരിക്കാൻ പോവുക വെപ്രാളത്തോടെ. അപ്പൊ കൊച്ചമ്മ എന്നോട് പറഞ്ഞതാ, ഞാന് ഇപ്പൊ മരിക്കാൻ നേരത്ത് ചെവിയിലോട്ട് പറഞ്ഞു കൊടുത്തു, മോനെ പപ്പായെ ഓർത്ത് വ്യാകുലപ്പെടണ്ട, മമ്മിയെ ഓർത്ത് വ്യാകുലപ്പെടണ്ട. ഈ 21 വയസ്സിൽ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാകപ്പഴകൾ ഉണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞ് ക്രൂശയിലോട്ട് ധ്യാനിച്ചോ, അമ്മ പൊക്കോ, അമ്മച്ചി പുറകെ വന്നേക്കാം. കൊച്ചമ്മ എന്നോട് പറഞ്ഞതാ. കൈ കടന്ന് മകൻ മരിച്ചു രാത്രിയിൽ. ബോംബെയിലുള്ള സകല ദൈവമക്കൾക്കും മനപ്രയാസമായ അന്ന് ഓവർസിയർ നമ്മുടെ മത്തായിച്ചന PN ജോസ് മാസ്റ്റർ, അവരെല്ലാം വളരെ ബുദ്ധിമുട്ടോടെ ചെന്നു. കൊച്ചമ്മയെ എങ്ങനെ ആശ്വസിപ്പിക്കും? അവിടെ ചെന്നപ്പോൾ ഇതുപോലെ വളരെ പ്രത്യാശയോടെ ഡെഡ് ബോഡിയുടെ മുന്നിൽ ഏരിയാമ കൊച്ചമ്മ ഇരിക്കുക. വന്ന ദൈവദാസന്മാർക്കൊക്കെ കൈ കൊടുത്താൽ പ്രത്യാശയോടിരുന്നു. എന്തിനേറെ ആ മകനെ അതിന്റെ നിലയിൽ സംസ്കരിച്ചു. അച്ചായൻ അത്ര ആത്മീക ബലമില്ലാത്തത് കൊണ്ട് ആഞ്ഞിരത്താനത്തെ പൊന്താമലക്കാരനാണ്. അദ്ദേഹം പാരലൈസായി 7 വർഷം ഒരേ കിടപ്പിൽ കിടന്നു. കൊച്ചമ്മ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. ഒരു ദിവസം രാവിലെ ഇതുപോലെ തന്നെ അച്ചായന് മരണപ്രാണം കാണിച്ചു. കൊച്ചമ്മ എന്നോട് പറഞ്ഞു, എന്റെ കൈ കിടന്ന അച്ചായൻ മരിക്കുന്നത്. പപ്പ മരിക്കുമ്പോഴും ഞാൻ പറഞ്ഞു, ജീവിതത്തിന്റെ കുറവുകൾ ഏറ്റു പറഞ്ഞു, ക്രൂശെ ധ്യാനിച്ചു, മോന്റെ അടുക്കലോട്ട് വെക്കൂ, ഞങ്ങളും പുറകെ വന്നേക്കാം. അതിനുശേഷം ഈ അടുത്ത കാലത്ത് ഇളയ മകൻ കുവൈറ്റിൽ ജോലി ഉണ്ടായിരുന്നു. അദ്ദേഹവും കടന്നുപോയി. ആ അനുഭവത്തിൽ കൂടി എല്ലാം പോകുമ്പോൾ ഈ കൊച്ചമ്മ വളരെ ധൈര്യത്തോടെ പ്രത്യാശയോടെ ആമൻ മറ്റുള്ളവരെയും കൂടെ ധൈര്യപ്പെടുത്തുക. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? നമ്മെ വിട്ട് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നേക്കുമായിട്ട് നശിച്ചു പോയതല്ല, നാം ഒരു ദിവസം ഇവരെ നേരി കാണും. അതാണ് നമ്മുടെ പ്രത്യാശ. ഞാൻ ദീർഘമാക്കുന്നില്ല. വായിച്ച തിരുവെടുത്ത് ദാനിയേലിനോട് പറയുന്ന ഭാഗമാ, നീയോ പൊയ്ക്കൊള്ളുക, ആമൻ കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. അതിനകത്ത് 1-2 പാഠം. ഒന്ന്, ആ ദാനിയേലിനെ യാത്ര അയച്ചത് ദൈവമാണ്. ഈ വാത്സല്യ പൈതലിനെ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഇന്ന് യാത്ര അയക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് ദൈവമക്കൾക്ക് നിരാശയുണ്ടാകരുത്, ദുഃഖമുണ്ട്, ആമേൻ, മനപ്രയാസമുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ പ്രത്യാശയോട് ഇന്ന് പകൽ പൈതലിന്റെ യാത്ര അയക്കണം. ഈ യാത്രയയപ്പ് ദൈവം അയക്കുന്ന യാത്രയയപ്പാണ്. 2, ആമേൻ, ദൈവം ഒരു പ്രത്യേക സമയം നിശ്ചയിച്ചിരിക്കുക. നീ പോയി വിശ്രമിക്കണം. ഒരു ദിവസം നീ എഴുന്നേറ്റ് വരും. നമ്മെ വിട്ട് മൺമറഞ്ഞ
പ്രിയപ്പെട്ടവരെ ഓർത്ത് നിരാശപ്പെട്ടു പോകരുത്. ഒരു ദിവസം പുത്തൻ ശരീരത്തോടെ, രോഗമില്ലാത്ത, ക്ഷീണമില്ലാത്ത, ക്ലേശമില്ലാത്ത ഒരു ശരീരത്തോടെ ഈ പൈതല് ഉയർത്തു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ഞാൻ ദീർഘമാക്കുന്നില്ല. മരണം നിശ്ചയമാണ്. എന്നെയും നിങ്ങളെയും ഒരു ദിവസം മരണം പിടികൂടും. ഞാനും നിങ്ങളുമെല്ലാം ഈ വഴി ഒരു ദിവസം കടന്നു പോകണം. അതാർക്കും ഒഴിയാവതല്ല. അതുകൊണ്ട് കൂടപ്പെട്ടവരോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, മരണത്തിന്റെ തണുത്ത കരം വന്ന് തപ്പുന്നതിന് മുമ്പ്, തലോടുന്നതിന് മുമ്പ് സകല മനുഷ്യരും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ, മതത്തിന്റെ, സഭയുടെ ആളല്ല. അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാണ്. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. അതിനെ ശുശ്രൂഷ മുതലട്ടെ. രണ്ട്, ഈ പൈതലിനെ ഒരു ദിവസം നമ്മൾ കാണും. അത് വേറെ രൂപത്തിലല്ല, പുത്തൻ ശരീരത്തോടെ. ആ പ്രത്യാശ പ്രിയപ്പെട്ടവരെയും ഭരിക്കട്ടെ. ദൈവജനത്താലുള്ള ആശ്വാസം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. യേശു ക്രിസ്തുവിന്റെ ജീവിതം മാതൃക എന്നതുപോലെ മരണവും മാതൃകയാ. ഒന്നാമത്തെ മാതൃക, ക്രൂശിൽ കിടന്ന കള്ളനെ അവൻ രക്ഷിച്ചു. ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിൽ ഇരിക്കും. നമുക്ക് വന്ന് മാതൃകയാക്കണം. എന്തുവാ? കണ്ണടയുന്നതിന് മുമ്പ് ഒരു വ്യക്തിയെ കൂടെ യേശുവിനായി നേടിക്കോണം. രണ്ട്, അവിടുത്തെ തിരുമരണത്തിന്റെ മാതൃക, തന്നെ ഉപദ്രവിച്ച്, ആക്ഷേപിച്ച്, പരിഹസിച്ച് അനേകരുണ്ട്. അവരോട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെ, ദൈവമേ ഇവരോട് ക്ഷമിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ ഈ ലോകത്തിലാ ജീവിക്കുന്ന. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ട്, ഇടപാട് കൊണ്ടൊക്കെ പോരായ്മകളും അപാകതകളൊക്കെ വരും. പക്ഷെ ഒരു കാര്യം സകലരോട് പറയാം, കണ്ണടയുന്നതിന് മുമ്പ് നിരപ്പാകേണ്ടവരോട് നിരപ്പായിക്കോണം. ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിച്ചോണം. സഭയ്ക്കകത്തും വീട്ടിലും അയലത്തുകാരുടെ ഒക്കെ ബോംബ് കോർക്കുന്ന ധാരാളം എണ്ണമുണ്ട്. ഇവിടെയും വന്നിട്ടുണ്ട്. ഇപ്പൊ പമ്മി ഇരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം പറയാം, കണ്ണടയുന്നതിന് മുമ്പ് സകല ആൾക്കാർ ക്ഷമ ചോദിച്ചു വേണം അങ്ങോട്ട് പോകാൻ. മൂന്ന്, അവിടെ വായിക്കുന്നത്, ആമൻ പിതാവേ എന്റെ ആത്മാവിന്റെ തൃക്കരങ്ങളിൽ തരുന്ന, എവിടോട്ട് പോകുന്നെന്ന് നല്ല ഉറപ്പുണ്ട്. ഞാൻ ഒരാളോട് അടുത്ത കാലത്ത് ചോദിച്ചു, എങ്ങോട്ട് പോകും? എങ്ങോട്ടേലും പോട്ടെന്ന്. അല്ല, പോകേണ്ട സ്ഥലത്ത് പോകണം. അത് ദൈവസന്നിധിയില്ല. അതിനൊറ്റ മാർഗമേ ഉള്ളൂ. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഇരിക്കുന്ന ഇടത്ത്, കേൾക്കുന്ന ഇടത്തിരുന്ന് ഒറ്റ വാക്ക് പ്രാർത്ഥിക്കും, യേശുവേ എന്നെ രക്ഷിക്കണം. യേശു നിങ്ങളെ രക്ഷിക്കും. അതിന് ഈ ശുശ്രൂഷ ഇടയാകട്ടെ. പ്രത്യാശയോടെ പൈതലിനെ ഈ യാത്ര അയക്കാം. എനിക്ക് 2-3 സ്ഥലത്ത് ശുശ്രൂഷയിൽ സംബന്ധിക്കേണ്ടത് കൊണ്ട് ക്ഷമാപണത്തോടെ കടന്നു പോകുന്നു. നിങ്ങൾ ക്ഷീണിക്കരുത്, തളർന്നു പോകരുത്. ദുഃഖമുണ്ടെന്നറിയാം. പ്രത്യാശയോടെ പൈതലിനെ യാത്ര അയക്കണം. ഒരു ദിവസം ഈ പൈതലിനെ നമ്മൾ കാണും. ഈ പൈതൽ ഇപ്പൊ ചിന്തിക്കുന്നത്, കുറച്ചുകൂടെ നേരത്തെ എന്നെ ഒന്ന് വിളിക്കാൻ മേലായിരുന്നു എന്നാണ്. കാരണം ദൈവസന്നിധിയിലോട്ടാണ് ചെന്നിരിക്കുന്നത്. നമ്മളും ഈ അനുഭവം എത്തുമ്പോൾ ഓർക്കും, നേരത്തെ പോയാൽ മതി. നിരാശപ്പെട്ടു പോകരുത്. ദുഃഖമുണ്ട്, കരയരുതെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം കരയണം. യേശു കരഞ്ഞല്ലോ, അതുകൊണ്ട് കരഞ്ഞോണം. പക്ഷെ നമ്മുടെ കരച്ചിലിന്റെ വ്യവസ്ഥ എന്നാണെന്നറിയാമോ? പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. നമുക്കൊരു പ്രത്യാശ കൊണ്ട് ഈ പൈതലിനെ ഒരു ദിവസം നമ്മൾ കാണും. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിന് നിന്ന് മഹത്വം കൊടുത്താട്ടെ. ആ പഴയ പാട്ടിന്റെ ചരണങ്ങൾ എല്ലാവരും ചേർന്ന് പാടിയാട്ടെ. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധ എല്ലാ നിമിഷം, മണ്ണിൽ മൗനമുറങ്ങും. ഒരു മിനിറ്റ്, ഒരു ക്ഷമാപണത്തോടെ എഴുന്നേറ്റ് നിൽക്കാവുന്ന കുറച്ചു നേരമായല്ലോ ഇരിപ്പ്. ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ എല്ലാവരും. ആ വരി ഒന്ന് ചേർന്ന് പാടി, ഒക്കുന്നെങ്കിലും കരോടെ വീശി പ്രത്യാശയോടെ. നിങ്ങൾ അവിടെ ഇരുന്നു. പ്രത്യാശയോടെ നമുക്കൊന്ന് പാട്ട് പാടാം. പാട്ടുകാരോട് ചേർന്ന് പാടുന്നേ. മണ്ണിൽ മൗനമുറങ്ങ് തന്റെ വിശുദ്ധ എല്ലാ നിമിഷം, മണ്ണിൽ മൗനമുറങ്ങ് തന്റെ വിശുദ്ധ എല്ലാ നിമിഷം. കരങ്ങൾ വീശി പ്രത്യാശയോടെ കരങ്ങൾ വീശി ഉയർത്തിടും തിരുമുഖം കാണാൻ.
ചേർന്ന് പാടാ. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം. പ്രത്യാശ